അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. രക്താതിസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ അഥവാ ബ്ലഡ് പ്രഷർ കൂടുക, അതിന്ന് പല ആളുകൾക്കും കാണുന്നതാണ്. അതിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഈ രക്തസമ്മർദ്ദം കൂടാൻ കാരണമാകുന്ന ഒന്ന്. കുറഞ്ഞ വൈറ്റമിൻ ഡി. ഇന്ന് വൈറ്റമിൻ ഡിയുടെ അളവ് പല ആളുകളും വളരെ കുറഞ്ഞ രീതിയിൽ കാണുന്നുണ്ട്. ഒന്നാമത് വെയിൽ കൊള്ളുന്നില്ല എന്ന് പറയാം, പക്ഷേ വെയിൽ കൊള്ളുന്ന ആളുകളിൽ പോലും വൈറ്റമിൻ ഡി കുറഞ്ഞതായിട്ട് ഇന്ന് കാണുന്നുണ്ട്. ഈ വൈറ്റമിൻ ഡി ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ കൃത്യമായ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകാൻ വൈറ്റമിൻ ഡിക്ക് കൃത്യമായ ഒരു ധർമ്മമുണ്ട്. നമുക്കറിയാം, വൈറ്റമിൻ ഡി പൊതുവേ നമ്മൾ കേൾക്കാറുള്ളത് നമ്മുടെ ഒന്ന് കാലുവേദനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുടികൊഴിച്ചിലുമായി ബന്ധപ്പെട്ട് കാൽഷ്യവുമായി ബന്ധപ്പെട്ട ഒരു നിലക്കാണ്. അതോടൊപ്പം തന്നെ ഈ രക്തക്കൊഴലുകളുടെ പ്രവർത്തനങ്ങളിലും വൈറ്റമിൻ ഡിക്ക് അതിൻ്റേതായ ചില പങ്കുകളുണ്ട്. അപ്പോൾ കൃത്യമായ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ വൈറ്റമിൻ ഡി ഒരു പങ്ക് വഹിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ വൈറ്റമിൻ ഡിയുടെ അളവ് തമ്മിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷർ വരാനുള്ള ഒരു സാധ്യത നമുക്കതിൽ കാണാം. മറ്റൊന്ന് ഉറക്കമില്ലായ്മയാണ്. കൃത്യമായ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 6 മുതൽ 7 മണിക്കൂറൊക്കെയാണ് ഒരാൾ ഉറങ്ങേണ്ട സമയം. തുടർച്ചയായി 6 മുതൽ 7 മണിക്കൂർ ഒരാൾക്ക് വിശ്രമം ആവശ്യമാണ്. അത് മിനിമം 6 മണിക്കൂർ 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ എന്തായാലും ഒരാൾ ദിവസം റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഉറക്കം കുറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിശ്രമമില്ലാതെ വരുന്നത് ബ്ലഡ് പ്രഷർ കൂട്ടാനുള്ള ഒരു കാരണമായി നമുക്ക് കാണാം. മറ്റൊന്ന് സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടലുകൾ. നമ്മൾ കൂട്ടത്തിൽ മനുഷ്യരെന്ന് പറഞ്ഞാൽ പൊതുവെ ഒരുമിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു സംഘമായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെൻഷൻ കൂടുതലും അവരുടെ ഇത്തരത്തിലുള്ള ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കുകയും സമ്മർദ്ദ ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കുകയും അത് അവരുടെ ജീവിതത്തിന് സ്ട്രെസ്സ് കൂട്ടുകയും അത് ബ്ലഡ് പ്രഷർ കൂട്ടുന്നതിന് രക്തസമ്മർദ്ദം കൂട്ടുന്നതിന് കാരണമാവുകയും ചെയ്യുന്ന ഒരു ഘടകമാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് വായിക്കുന്ന നമ്മുടെ മരുന്നുകളുടെ അമിതമായ ഉപയോഗം. ഇപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് തന്നെ മരുന്നുകൾ കഴിക്കുക. തലവേദന കാര്യങ്ങളൊക്കെ വരുമ്പോൾ, തൊണ്ടവേദനയൊക്കെ വരുമ്പം നമ്മൾ സാധാരണ പെട്ടെന്ന് പോയിട്ട് മരുന്ന് വാങ്ങി കഴിക്കുന്ന രീതി, അതൊന്ന് വെയിറ്റ് ചെയ്യാതെ എന്തുകൊണ്ടാണത് വന്നതെന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഒരു ഇതില്ലാതെ പെട്ടെന്ന് പോയിട്ട് അമിതമായിക്കൊണ്ട് എന്തിനും പെട്ടെന്ന് മരുന്ന് കഴിച്ച് മാറ്റുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ അമിതമായ മരുന്നിൻ്റെ ഉപയോഗം നമ്മുടെ ശരീരത്തെ ബാധിക്കുകയും അത് ഇത്തരത്തിൽ ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കാൻ കാരണമാകും. കിഡ്നിയെ ബാധിക്കുന്ന വഴിയാണ് ഇവിടെ പ്രധാനമായിക്കൊണ്ടും ഈ രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത്, രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരുന്നുകളുടെ ഉപയോഗത്തിൽ കൃത്യമായൊരു നിയന്ത്രണം നമ്മൾ വരുത്തേണ്ടതുണ്ട്.